പബ്ലിക് സർവീസ് കമ്മീഷനെ പോലുള്ള മഹത്തായ സ്ഥാപനത്തിൽ അംഗങ്ങളുടെ എണ്ണം കൂട്ടുന്നത് ഉചിതമല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. മുമ്പ് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, അതായത് ഡോക്ടർ KG അടിയോടി ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി, തച്ചടി പ്രഭാകരൻ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി, അങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള G. ഗോപാലകൃഷ്ണനുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി മുതലായവരാണ് PSC ചെയർമാൻ്റെ പദം അലങ്കരിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. PT ഭാസ്കര പണിക്കരെ പോലുള്ള PSC മെമ്പർമാർ, നിലവാരമുള്ള മെമ്പർമാരും ചെയർമാനും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, അന്ന് PSC അംഗങ്ങളുടെ എണ്ണം തുലോം 7ഉം 8ഉം ആയിരുന്നു. അന്നുണ്ടായിരുന്ന അത്രയും ആ പ്രാമുഖ്യം ഇന്ന് പബ്ലിക് സർവീസ് കമ്മീഷന് കിട്ടുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ PSC അംഗങ്ങളുടെ 50% 10 വർഷത്തിന് മേൽ സർവീസുള്ള സർക്കാർ ജീവനക്കാരനായിരിക്കണം എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ഈ ഭരണഘടന അനുശാസിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ സർക്കാർ സർവീസിൻ്റെ വ്യവസ്ഥകളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാവുന്നവരും സർവീസിനെ പറ്റി വളരെ നല്ല ധാരണയുള്ളവരുമായിരിക്കണം ഈ PSC മെമ്പർമാരായി വരേണ്ടവർ എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു നിബന്ധന വെച്ചത്. ഭരണഘടന അനുശാസിക്കുന്ന ആ വ്യവസ്ഥ പോലും മാറ്റിമറിച്ചുകൊണ്ട് അത്തരം യോഗ്യതകളൊന്നുമില്ലാത്ത, അതായത് ഉയർന്ന സ്ഥാനങ്ങളൊന്നും വഹിക്കാത്ത താഴെ തട്ടിലുള്ളവരെയും സ്വകാര്യ സ്കൂൾ അധ്യാപകരെയും പ്രൈവറ്റ് സ്കൂൾ അധ്യാപകരെയും ഒക്കെ PSC മെമ്പർമാരാക്കിക്കൊണ്ട് ആ കോട്ടയിൽ നയിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വന്നു വരുന്നത്. രണ്ടാമത്തെ കാര്യം, PSC മെമ്പർമാർ, അതായത് സാറേ, ഈ പേരിന് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും അല്ലേ, പക്ഷേ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ളൊരു വ്യവസ്ഥ വെക്കുക. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരല്ല, സർക്കാരിൻ്റെ നേരിട്ട് PSC മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്നവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. അത് 10 വർഷം എന്ന് പറഞ്ഞത് 10 വർഷം ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നവരായിരിക്കണം, എങ്കിലേ സർവീസിൻ്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞതാണ് കാറ്റിപ്പറത്തുന്നത്. രണ്ടാമത്തെ കാര്യം അവരുടെ നിലവാരമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതുകൊണ്ട് പല മെമ്പർമാരും അവിടെ വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ അവർക്ക് വിമുഖതയാണ്. കാരണം ചോദ്യം ചോദിക്കുന്നതും ഉദ്യോഗാർത്ഥികളെ അഭിമുഖീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും അവിടെ വന്ന് മാസാമാസമുള്ള ശമ്പളവും DAയും മറ്റു കാര്യങ്ങളും വാങ്ങിപ്പോകുന്നതല്ലാതെ ഇൻ്റർവ്യൂവിൽ പോലും പങ്കെടുക്കാൻ പറ്റാതെ പോകുന്ന കമ്മീഷൻ അംഗങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. മറ്റൊരു കാര്യം, ഈ ഇത്രയേറെ ആൾക്കാരെ അവിടെ 21 മെമ്പർമാരെ നിയമിക്കുമ്പോൾ അവർക്ക് ഭാരിച്ച ശമ്പളമാണ് നൽകുന്നത്. ആ ശമ്പളം മാത്രമല്ല, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മെഡിക്കൽ ആനുകൂല്യങ്ങളും മറ്റും കൊടുത്ത് നമ്മുടെ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 2 വർഷം ഇരുന്നാൽ പെൻഷൻ കിട്ടുമെന്നുള്ള വ്യവസ്ഥ പോലെ PSCയിലെ 2 വർഷം മെമ്പറായിരുന്നാൽ ആജീവനാന്തം മെഡിക്കൽ ആനുകൂല്യങ്ങളും മറ്റും കിട്ടുന്ന കുറേ ആൾക്കാരെ തിരികെ കയറ്റാനുള്ളൊരു വേദിയായിട്ടാണ് ഇപ്പോൾ വെക്കുന്നത്. 30 വയസ്സ് തികഞ്ഞ ആൾക്കാരെ വരെ ഇപ്പം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പറായിട്ടുണ്ട് ഇപ്പോഴത്തെ കമ്മീഷനകത്ത്. അങ്ങനെ വരുന്നത് 30 വയസ്സ് 35 വയസ്സ് വരെ എന്ന് പറയുന്ന ഒരു ജോലി കിട്ടാനുള്ള യോഗ്യത അവസാന കാലഘട്ടമാണ്, പ്രായപരിധിയാണ്. നിയമം പ്രകാരം അല്ലെങ്കിൽ ഭരണഘടന പ്രകാരം 62 വയസ്സ് വരെ ഉള്ളവർക്കേ കമ്മീഷൻ അംഗമായി തുടരാൻ പറ്റൂ എന്നുള്ളൊരു നിയമവും ബുദ്ധിസ്ഥിരതയുള്ളവരായിരിക്കണം എന്നുള്ളൊരു വ്യവസ്ഥയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആർക്കും PSC മെമ്പറാകാം എന്നുള്ള വ്യവസ്ഥ അന്ന് ഭരണഘടനാ വിധാതാക്കൾ ഉദ്ദേശിച്ചിരുന്നതെന്ന് പറയുന്നത് സമൂഹത്തിലെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന വളരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന PSCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെലക്ഷൻ പ്രക്രിയയ്ക്ക് യോഗ്യരായവരായിരിക്കണം എന്നുള്ള കാര്യം മറന്നുകൊണ്ട് അംഗങ്ങളുടെ എണ്ണം കൂട്ടി അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള ഒരു വേദിയായിട്ട് മാത്രം ഈ PSCയുടെ അംഗത്വത്തിനെ വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. 14 ജില്ലകളാണ് നമുക്കിവിടെ ഉള്ളത്, 14 ജില്ലാ ഓഫീസുകളുമുണ്ട്. എന്തിനാ ഈ 21 അംഗങ്ങളുടെ കമ്മീഷൻ്റെ ആവശ്യം? പലപ്പോഴും ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ചിന്തകളിലേക്ക് വരുന്നതിന് പകരം അത് തെറ്റായ ചിന്തകളിലേക്കും തെറ്റായ സ്വാധീനങ്ങളിലേക്കും പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി മറ്റേ ക്യാബിനറ്റ് പോലെയല്ല ഈ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കണം എന്നുള്ള വാദഗതി വിവിധ കോണുകളിൽ നിന്ന് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്.